ഇന്ന് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയാതെ വയ്യ. നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ചാനൽ എന്ന് പറഞ്ഞാൽ ദൂരദർശനാണ് നമ്മുടെ. എനിക്കതിനോട് ഭയങ്കര മതിപ്പ് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് പുതുതായി വന്നിട്ടുള്ള ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കുറേ ചാനലുകളുണ്ട്. റേറ്റിങ്ങിലും നമ്മളെ കാര്യങ്ങളൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന അവർ തന്നെ അവകാശപ്പെടുന്ന ചാനലുകൾ. അപ്പോൾ ഈ ചാനലുകളുടെ പേരുകളൊന്നും പറയുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു മാനസികാവസ്ഥ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, എന്തോ ഒളിമ്പിക്സിൽ മെഡൽ മേടിക്കാൻ പോകുന്ന മാതിരിയാണ് കലോത്സവ വേദിയിലത്തെ അംഗം. ആ കുട്ടികൾ ആ പരിപാടികൾ അവതരിപ്പിക്കാൻ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവർ ചെന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഇവരെ കൊണ്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇതിൽ ചെറിയ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ചെല്ലുന്നു. ആ കുട്ടികൾ ആ പരിപാടി അവതരിപ്പിച്ച് അത് മുഴുവനായിട്ട് ഒരു 2 മിനിറ്റ് ഒരു 3 മിനിറ്റോ അവർക്ക് കൊടുക്കാനായിട്ട് ഇവർക്ക് സമയമില്ല. പിന്നെ എന്തിനാ ഇവർ ഈ പണിക്ക് പോകണം? അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ചെന്ന് ചോദിക്കുന്നു, അവരെന്തെങ്കിലും തുടങ്ങുമ്പോഴേക്കും നിർത്തിക്കുമോ എന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു കലേനെ ബഹുമാനിക്കുകയോ എന്നുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു കോട്ടപ്രദക്ഷിണം നടത്തണം, അവരുടെ എന്താ പറയുക, പ്രേക്ഷകരുടെ ഇടയിൽ ഇവർ വലിയ ആൾക്കാരാണെന്ന് കാണിക്കണം. ഇതല്ലാണ്ട് എന്താണ്? സത്യം പറഞ്ഞാൽ ഇതേമാതിരിയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ജനങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കും. ഞങ്ങളുടെ പരിപാടി ഷൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി മുഴുവനായിട്ട് കാണിക്കാൻ പറഞ്ഞാൽ ആ കുട്ടികൾ എത്ര ആശിച്ചിട്ടായിരിക്കും ആ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ കണ്ട മിക്ക ചാനലുകളിലും ചെയ്യുന്ന പരിപാടിയാണ് ഇങ്ങനെ ചെന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് അടുത്ത പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞിട്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഉൾപ്പെടുത്തുമ്പോൾ അത് അവരുടെ ആ ഒരു കലാരൂപം മുഴുവനായിട്ട് അവതരിപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് സമയം കൊടുത്ത് ചെയ്യിപ്പിക്കണം. അതിനാണ് മര്യാദ വേണ്ടത്. ഒരു കലയോടുള്ള ഒരു മര്യാദ എന്ന് പറയുന്നത്. ഇതതില്ല. അവിടെ വേറിട്ട് നിൽക്കുന്നത് നമ്മുടെ ദൂരദർശനാണ്. ദൂരദർശൻ കുട്ടികളെ അതേപോലെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്ത് അവരുടെ ആ പ്രോഗ്രാം അവരേത് ഇതിനാണോ, കുച്ചിപ്പുടിയോ മോഹിനിയാട്ടോ ഭരതനാട്യമോ ഒപ്പനയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി മുഴുവനായിട്ട് അവതരിപ്പിക്കാനുള്ള ടൈം കൊടുത്ത് അവരെ ഒരിക്കലും ടെൻഷൻ അടിപ്പിക്കാതെ അടുത്ത പാർട്ടിസിപ്പൻസ് വരുന്നവരേക്കും ആ പരിപാടി മുഴുവൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നു അവരുടെ വേദിയിൽ. അപ്പോൾ നമ്മുടെ ദൂരദർശൻ എത്ര നല്ല ഒരു ചാനലാണ്. അപ്പോൾ ദൂരദർശന് ഒരു പ്രത്യേക ഒരു അഭിനന്ദനം അർഹിക്കുന്നു. ഈ കലോത്സവത്തിൻ്റേതായ ഇതിൽ കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നതിൽ നമ്പർ 1 നമ്മുടെ ദൂരദർശനാണ്. അതിൽ പറയാണ്ട് വയ്യ.